വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വിഷയം വന്നപ്പോൾ അന്ന് വി.ഡി. സതീശൻ പറഞ്ഞത്, ഞങ്ങളുടേതായ രീതിയിൽ പണം തിരിക്കും, അത് CMDRF കൊടുക്കുന്നില്ല. അങ്ങനെ സതീശനും അന്നത്തെ KPCC പ്രസിഡൻ്റായിരുന്ന K. സുധാകരനും കൂടി ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങുകയും ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആ പണപ്പിരിവ് നടത്തും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ ആ ആപ്പും ഇല്ല, ആപ്പിനകത്തുണ്ടായിരുന്ന കോപ്പും ഇല്ലാത്ത ഒരു സ്ഥിതിയായിട്ട് മാറി. ഗവൺമെൻറ് വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞവരെ പോലും 15 ലക്ഷം രൂപ മേടിച്ച് നിങ്ങൾക്ക് ഞങ്ങൾ വീട് വെച്ച് തരാം എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ഇന്ന് പലരും പുനരധിവാസത്തിൻ്റെ പേരിൽ വഴിയാധാരമായി നിൽക്കുകയാണ്. ആളുകളെ പറഞ്ഞ് പറ്റിക്കാൻ ഇത്രയും നല്ലൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനം വേറെ ഒന്നുമില്ല എന്ന് ഈ ഒരൊറ്റ ഉദാഹരണത്തിൽ തന്നെ മനസ്സിലാവും. വി.ഡി. സതീശൻ പറഞ്ഞാൽ ഞങ്ങളവിടെ പണി തുടങ്ങി എന്ന് പറഞ്ഞു, നിങ്ങൾ പോയി നോക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ പണി പോയിട്ട് ഇപ്പോൾ അത് വിശദീകരിക്കാൻ വേണ്ടി വന്ന KPCC പ്രസിഡന്റിന് തന്നെ പണി പോകുമെന്ന് തോന്നുന്നു. ഒരു ഭരണത്തിലില്ലാത്ത ഒരു പാർട്ടിക്ക് ഇത്രയും വലിയ കൊടിയ അഴിമതി നടത്താനാണെങ്കിൽ ആ പാർട്ടി ഭരണത്തിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്ന് ചിന്തിച്ചു. ആ സമയത്ത് തന്നെയാണ് എന്തോ ഊത്തന്മാരുടെ കുറേ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഊത്തും പിടിച്ച് കിടന്ന് കുറേ പേര് അങ്ങനെ കുറേ പൈസ പിരിച്ചത്. ഏതാണ്ട് ആ സമയത്ത് തന്നെ എന്തോന്ന് മാങ്കൂട്ടത്തിൻ്റെ വീടിൻ്റെ പാലുകാച്ചിലൊക്കെ നമ്മൾ കണ്ടതാണ്. അത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാവും പണമൊക്കെ ചെലവഴിച്ചത് ഏത് രീതിയിലാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായ കോൺഗ്രസ്സുകാരുടെ സ്വഭാവമാണ് മുക്കലും ആ മുഖ്യ പൈസ നക്കലും, ഇതാണ് പരിപാടി. എന്നിട്ട് അത് മുഴുവൻ എതിർ രാഷ്ട്രീയ കക്ഷിയുടെ മണ്ടയ്ക്ക് കൊണ്ടിട്ട് ആരോപണമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുക. എന്നിട്ട് അവരെന്തോ അഴിമതി മുങ്ങിയതാണെന്നുള്ള പ്രതീതി ജനിപ്പിക്കുക. ഒരു കനകൂല സിദ്ധാന്തം തന്നെ. വയനാട്ടിൽ MP ആയിരുന്ന നമ്മുടെ പ്രിയങ്ക ഗാന്ധി, അവർ ഇപ്പോൾ PM കെയറിലേക്ക് എത്രയാണ് കൊടുത്തത് നോക്കും. 178 കോടി രൂപയാണ് PM കെയറിലേക്ക് കൊടുത്തത്. വയനാട്ടിൽ 178 പൈസ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല എന്നും കൂടി ഓർക്കണം. എന്താ ED ഒക്കെ റോബർട്ട് വാദ്രയൊക്കെ ചോദ്യം ചെയ്യുന്നതൊക്കെ പേടിച്ച് PM കെയറിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇതിനകത്തൊരു ഡീല് ഒന്നും ആരും കാണുന്നില്ല. എന്നിട്ട് അതും CPM മേടിക്കട്ടെ, CPM-ആയിട്ട് ഡീലാന്ന് പറഞ്ഞിട്ട്. അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുക CPM-ഉം BJP ആയിട്ട് എവിടെയെങ്കിലും ഡീല് ആണ് പറഞ്ഞാൽ? പാലക്കാട് ഇപ്പോൾ ഒരു കോമഡിക്കാരനെ ഇറക്കിയിരിക്കുക. മുമ്പേ പറഞ്ഞാണ് ഈ കോമഡിക്കാരെല്ലാം തട്ടിക്കയറ്റി കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പം ഒരു കോമഡിയാകും. എന്നിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയും പറഞ്ഞ് അതാരാ? BJP സുവർണാവസരമായി കണ്ട ഒരു വിഷയമാണ് ശബരിമല. അതിപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തലേദിവസം സുപ്രീം കോടതിയിൽ നിന്ന് മിന്നിക്കാൻ വേണ്ടി വെച്ചിരിക്കുക, ഫ്ലാഷ് അടിക്കാൻ വേണ്ടി സുപ്രീം കോടതി. മുമ്പ് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലാവലിംഗ് കേസ് ഫ്ലാഷ് അടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലാഷ് അടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവച്ചേക്കാണ് 7-ാം തീയതി കറക്റ്റായിട്ട്. അതിലൊന്നും ഒരു ഡീലും ഇല്ല. ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ഡീലില്ല, സുപ്രീം കോടതിയായിട്ടും ഡീലില്ല. ഇന്ത്യ സഖ്യം എന്ന് വിശേഷിപ്പിച്ച ഒരു വാര്യനുണ്ട്. വാര്യനെന്തോ വലിയ വോട്ടൊക്കെ വാരിയെടുക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. നമ്മൾ കണ്ടാണല്ലോ തൃക്കരിപ്പൂരിൽ നിന്ന് നീലേശ്വരം വരെ ഷാഫി ഷോ നടത്തിയത്. ഞാൻ നോക്കിയിട്ട് നല്ല ഷോ ആയിരുന്നു. ചെറിയൊരു കുറവുണ്ട്, ആ മാങ്കൂട്ടത്തെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ ഷാഫി ഷോയ്ക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഒരു വാരിയെടുത്ത് മന്ത്രിയാക്കുമെന്നൊക്കെ പറഞ്ഞ പ്രതീതി സൃഷ്ടിച്ചു പോകുന്നത്. എന്നിട്ട് LDF അവിടെ പരാജയപ്പെടും, അല്ലെങ്കിൽ ഭൂരിപക്ഷം കുറയും. ഇങ്ങനെയൊക്കെ വല്ലാത്ത രീതിയിൽ അങ്ങ് പ്രചരിപ്പിച്ചുകൂടാ. പിന്നെ ചില ആളുകൾ പറയും എന്താണ്, തുടർഭരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങ് പാർട്ടി അങ്ങ് നശിച്ചു പോകും. ചില പാർട്ടി പ്രവർത്തകർ അത് ഏറ്റുപിടിച്ച് പറയുന്നുണ്ട്. നോക്കൂ, ബംഗാളിൽ ഏകദേശം 36 വർഷത്തോളം ഭരിച്ച പാർട്ടിയാണ് CPM. ആ 36 വർഷം ഭരിച്ച സമയത്ത് ബംഗാൾ ഇന്ന് എന്ത് ചിന്തിക്കുന്നോ അത് ഇന്ത്യ നാളെ ചിന്തിക്കും എന്ന ഒരു വിശേഷണമായിരുന്നു അന്ന് പശ്ചിമ ബംഗാളിലുണ്ടായിരുന്നത്. ഇത് നോക്കൂ, കേരളം ഇന്ന് എന്ത് ചിന്തിക്കുന്നു അത് നാളെ ലോകം ചിന്തിക്കും എന്ന നിലയിലേക്ക്, അത്രയും നല്ല ലോക നിലവാരത്തിലേക്ക് കേരളത്തെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ട് കേരളത്തെ എത്തിച്ചിരിക്കുന്നു. ഇപ്പം അവർ പറയുന്ന ആരോഗ്യ
മേഖല എന്തോ വെന്റിലേറ്ററിലൊക്കെയാണ് ആണെന്നൊക്കെയാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം അവൻ്റെ പ്രസവ ചെലവ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ആശുപത്രിയിലാണെങ്കിൽ ഏകദേശം 80,000 1,00,000 രൂപ വരുന്ന പ്രസവ ചെലവാണ് ഇവിടെ തീർത്തും സൗജന്യമായി സർക്കാർ ആശുപത്രികളിൽ നൽകുന്നത്. എന്ന് മാത്രമല്ല, ഒരു മെഡിസിൻ പോലും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട അതിനുള്ള സൗകര്യം തന്നെ ആശുപത്രിയിൽ തന്നെ ഉണ്ടാകും. എന്ന് മാത്രമല്ല, ഡെലിവറി ശേഷം അവരെ അമ്മയെയും കുഞ്ഞിനെയും കൃത്യമായി വീട്ടിൽ വരെ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം തന്നെ ഇപ്പോൾ കേരളത്തിൽ നിലവിലുണ്ട്. വേറെ ഏത് രാജ്യത്താണ് ഇത്രയും നല്ല ആരോഗ്യ സംവിധാനങ്ങൾ ഉള്ളത് എന്ന് പറഞ്ഞു നോക്കും. അത് തികച്ചും സൗജന്യമായിട്ട്. അങ്ങനെ ഉള്ള സംവിധാനങ്ങളുള്ള സ്ഥലത്താണ് കത്രിക കുടുങ്ങി, ആർട്ടറി കുടുങ്ങി എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ വലിയ വാർത്തയാക്കി കൊണ്ടുവന്ന് ചമച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് മാധ്യമങ്ങളും UDF വേറെ ആരുമില്ല സഹായിക്കാൻ. അപ്പം പിന്നെ മാധ്യമങ്ങൾ കൂടെ നല്ല രീതിയിൽ അവർക്ക് സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോക്കൂ, ചെറിയൊരു പോയിന്റ് വരെ വലിയ വാർത്തയാക്കി തള്ളിവിടുന്നില്ലേ. ഇനിയിപ്പം ചില ആളുകൾ പറയും, പാർട്ടിയിലുള്ളവർ തന്നെ കുറേ പേര് പുറത്തു വന്നില്ലേ, UDF സ്ഥാനാർത്ഥിയായി വന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം ചിലർ പറയും എന്തോ പയ്യന്നൂരെന്തോ രക്തസാക്ഷി പണ്ടൊക്കെ മുഖ്യെന്ന് പറയും. നോക്കൂ, അദ്ദേഹം വി കുഞ്ഞികൃഷ്ണൻ എന്നത് പഴയൊരു ഓഡിറ്ററാണ്. ഒരു ഓഡിറ്ററുടെ ചുമതല എന്താ കണക്കിൽ എന്തെങ്കിലും കൃത്രിമങ്ങൾ കണ്ടെത്തുക. ആ കൃത്രിമങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിയില്ലെങ്കിൽ എന്താണ്, ആ ഓഡിറ്റർക്ക് ഒരു റോളുമില്ല എന്നുള്ളതാണ് വസ്തുത. അതിനുവേണ്ടി എന്തെങ്കിലും കൃത്രിമങ്ങൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടാകും. അത് മാത്രമല്ല, ആ കൃത്രിമം കണ്ടെത്തിയെന്ന് പുറത്ത് അദ്ദേഹം എടുത്തു പറയുന്നത് എപ്പോഴാണ്, ഇവിടെ സ്ഥാനാർത്ഥിത്വമൊക്കെ വന്നു കഴിയുന്ന സമയത്താണ്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ്. അപ്പം തന്നെ അദ്ദേഹം നോക്കൂ, അപ്പുറം മറുകണ്ഠം ചാടിയില്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം അധികാരമോഹിയല്ല എന്ന് പറയാം. ഇനി സുധാകരനും അങ്ങനെ തന്നെയാണ്. അധികാരമോഹം എന്നത് തന്നെയാണ് അവിടെയും വിഷയമായി വരുന്നത്. ഈ ബാക്കിയുള്ള കൊട്ടാരക്കരയിലുള്ള സ്ഥാനാർത്ഥിയുടെയും അവസ്ഥ അത് തന്നെയാണ്. അധികാരമോഹത്തിന് വേണ്ടി തന്നെയാണ് പുറത്തു ചാടിയത്. അധികാരമോഹത്തിന് അല്ലെങ്കിൽ അവർ സ്വതന്ത്രരായി മാറി നിൽക്കുകയാണ് വേണ്ടത്. ഇത് എതിർപ്പാളയത്തിൽ പോയി CPM-നെതിരെ മത്സരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അധികാരമോഹിയുടെ ഒരാൾക്കൂട്ടം തന്നെയാണ് കോൺഗ്രസ്. അധികാരമോഹികൾക്ക് ഏറ്റവും പറ്റിയ സ്ഥലമാണ് കോൺഗ്രസ് എന്ന സംഘടന അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം. ഇനി ചില ആളുകൾ പറയും, 10 വർഷമായാലേ ഭരിക്കുന്നു, എല്ലാവർക്കും നിങ്ങൾക്ക് മടുത്തില്ലേ ഇങ്ങനെയൊക്കെയാണ് ചില ആളുകൾ പറയുന്നത്. പിന്നെ നേതാക്കന്മാർ ഭയങ്കര അഹങ്കാരികളായിട്ട് മാറിയില്ലേ, അഹങ്കാരത്തോടല്ലേ സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് ചിലരുടെ മൊഴികൾ വരുന്നത്. നമുക്ക് ഒന്നാം പിണറായി സർക്കാരിൽ നിന്നും തീർത്തും വിഭിന്നമായി ഒരാൾ മാത്രമേ അതിൽ മാറാനുള്ളൂ. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി മാത്രമേ മാറാനുള്ളൂ. ബാക്കി എല്ലാവരും അടിപൊളി മാറിയിട്ടാണ് പുതിയൊരു ഗവൺമെൻറ് വന്നത്. അതുപോലെ തന്നെ ഇനിയൊരു ഗവൺമെൻറ് LDF അടുത്തതായി വരുന്ന സമയത്തും അതേപോലെ തന്നെ കൃത്യമായ മാറ്റങ്ങളോടുകൂടി തന്നെയായിരിക്കും വരുന്നത് എന്നത് കൃത്യമായി രാഷ്ട്രീയ നിരീക്ഷണമുള്ളവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പം മാറ്റം എന്നത് UDF പിന്തുണയ്ക്കാനുള്ള ഒരു മാർഗമായി കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ നാട്ടമായി മാറും. അത് കേരളത്തിൽ തന്നെയാണ് ഏറ്റവും വലിയ നാട്ടമായി മാറാൻ പോകുന്നത്. കാരണം UDF ഒരുപക്ഷെ അധികാരത്തിൽ വരികയാണെങ്കിൽ അടുത്ത 6 മാസത്തിനുള്ളിൽ തന്നെ UDF വോട്ട് ചെയ്ത എല്ലാവരും പറയും ഇപ്പോൾ സുരേഷ് ഗോപി ജയിപ്പിച്ചു വിട്ട അതേ അവസ്ഥയിലേക്ക് മാറും. ഇനി സാധാരണഗതിയിൽ ഒരു താമര വിരിയണമെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ കുറഞ്ഞെങ്കിൽ മാത്രമേ അവിടെ താമര വിരിയാൻ സാധ്യതയുള്ളൂ. നമ്മൾ നിയമത്തെ കണക്കെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, തൃശ്ശൂരെ കണക്കെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും, അവിടെ എല്ലാം കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞു. ആ വോട്ടുകളാണ് താമരയെ വിജയിപ്പിച്ചതെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അല്ലാതെ കോൺഗ്രസ് വിചാരിച്ചാലല്ലാതെ ഈ കേരളത്തിൽ അത് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളോടുള്ള വിരോധം അവർ തീർക്കുന്നത് താമരയ്ക്ക് വോട്ട് ചെയ്തിട്ടാണ്. എന്നാൽ ഇപ്പം CPM-ലുള്ള ആൾക്കാർ ഒരുപക്ഷെ അവർക്ക് വിരോധം ഉണ്ടെങ്കിൽ തന്നെ അവർ മാറ്റി ചെയ്യുന്നത് ഒരുപക്ഷെ കോൺഗ്രസിനായിരിക്കും. അതായത് സ്ഥാനാർത്ഥി പ്രശ്നത്തിലുള്ള വിരോധവും പകയും ഒക്കെ കോൺഗ്രസ്സുകാർ തീർക്കുന്നത് അത് RSSന് വോട്ട് ചെയ്തുകൊണ്ടാണ്. ഇടതുപക്ഷത്തുള്ളവർ മാറ്റി വോട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് കോൺഗ്രസിലേക്കേ പോവുള്ളൂ. RSSലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് കൃത്യമായി നിരീക്ഷിച്ച് കഴിയുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു നഗ്നസത്യമാണ്. ഭരിക്കപ്പെടുന്നതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഭരണം നടത്താൻ എന്ന രീതിയിലാണ്, അതായത് ജനങ്ങളെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് LDF ഭരണം തുടരുന്നത്.
അതിൽ ചില പ്രത്യയശാസ്ത്രപരമായ ചില വ്യതിയാനങ്ങളും കാലാവസ്ഥമായ ചില മാറ്റങ്ങളും ചിലപ്പോൾ സംഭവിച്ചിരിക്കും. എങ്കിലും ജനങ്ങളുടെ മനസ്സ് എവിടെയാണോ ആ മനസ്സിനൊപ്പിച്ച് പ്രവർത്തിക്കുക, പ്രതിഫലിപ്പിക്കുക എന്നതാണ് LDFിൻ്റെ മുഖമുദ്ര. പറഞ്ഞ വാക്കെന്താണോ അത് തന്നെയാണ് പ്രവൃത്തി എന്ന് പ്രതിഫലിപ്പിച്ച് കാണിക്കാൻ വേണ്ടി LDFിന് സാധിച്ചിട്ടുണ്ട്. കണ്ണൂരിൻ്റെ കണ്ണീരൊപ്പാൻ ശരിക്കും പിണറായി എന്ന അധികാരിന് സാധിച്ചിട്ടുണ്ട്. അവിടെ കലകൾ ഒരുപാട് വളരുന്നുണ്ട്. നമുക്കറിയാം, കലാകിരീടമൊക്കെ ചൂടിയത് കണ്ണൂർ ആണ്. കൊലകൾ മാറി അത് കലകൾക്ക് വഴിവിരുന്നതായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കറിയാം, പിണറായി പെരുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി നേരിട്ട് മുൻകൈയെടുത്ത് തുടങ്ങിയ ഒരു കാര്യമാണ്. അതിന്ന് എല്ലാ ജാതി മത വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല കലകൾക്ക് ഏറ്റവും നല്ല കലയും സാംസ്കാരികവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമായിട്ട് പിണറായി പെരുമ മാറിയിട്ടുണ്ട് എന്നതും വസ്തുത തന്നെയാണ്. കലകൾ വളരുന്നിടത്ത് കൊലകൾ അവസാനിക്കുന്ന ഒരു കൃത്യമായ ഒരു ചിത്രവും നമുക്ക് കണ്ണൂരിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. നമുക്ക് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരുപാട് തറക്കല്ലുകൾ ഇട്ടു. ഒരു കല്ലിന് മേലെ ഒരു കല്ല് വഹിച്ചുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പറ്റി അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയോ കോടിയേരി ബാലകൃഷ്ണനോ മറ്റുമാണ് പാർട്ടി സെക്രട്ടറി ഉണ്ട്. അവർ പോലും പറഞ്ഞിട്ടില്ല ഒരു കാര്യമാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ VD സതീശൻ വിശേഷിപ്പിച്ചത്. തീവെട്ടിക്കൊള്ള എന്നാണ് ആ സർക്കാരിനെ വിശേഷിപ്പിച്ചത്. നോക്കൂ, അതേ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞത് ഇന്നത്തെ പ്രതിപക്ഷ അസിസ്റ്റന്റ് നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു. ഇപ്പം 2 പേരാണല്ലോ പ്രതിപക്ഷ നേതാക്കൾ. ഡബിൾ. കേരളത്തിൽ ഗ്രൂപ്പ് ഡാൻസ് വേണ്ട, സിംഗിൾ ഡാൻസ് മാത്രം മതി എന്ന് പറഞ്ഞത് രാഹുൽജി അടുത്ത കാലത്ത് വന്നപ്പോഴാണ് പറഞ്ഞത്. ഒരു സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ 9 പേരുടെ ലിസ്റ്റാണ് ഹൈക്കമാൻഡിന് കൊടുക്കുന്നത്. എന്നിട്ട് കുറേ പേര് ഇതിന് പുറകെ വാല് കാട്ടിക്കൊണ്ട് ഡൽഹിയിലോട്ട് പോകും. അവിടുന്ന് നേരം വെളുക്കുവോളം ഇന്ന് തർക്കിക്കലും ചർച്ചയുമാണ്. അവസാനം തർക്കുത്തരം നടത്തി ഒന്നും നടക്കുകയില്ല. ഒരു അഴകുഴഞ്ച നിലപാടിലൂടെ തിരിച്ചു വരികയും ചെയ്യും. ഇവിടെ നിന്നിട്ട് എല്ലാം നേരെയായി എന്ന് പറയും, എന്ന് ജനങ്ങളുടെ മുന്നിൽ അഭിനയിക്കും. പിന്നെയും പൊട്ടിത്തെറി തുടങ്ങും. അപ്പം കോൺഗ്രസ് നടക്കുന്നത് അവനവനിസമാണ്. അവനവൻ്റെ അധികാരമോഹം, അവനവൻ്റെ സ്ഥാനം ഉറപ്പിക്കലാണ് ആ പാർട്ടി നടക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെയാണ് സുധാകരൻ പിണറായി 3ാമതും അധികാരത്തിൽ വരും എന്ന് സുധാകരൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇങ്ങനെയുള്ളവരാ കുറേ ഗ്യാരണ്ടി പറയുന്നത്. അതായത് രാഹുലിനും ഗ്യാരണ്ടിയില്ല, സോണിയയ്ക്കും ഗ്യാരണ്ടിയില്ല, പ്രിയങ്കയ്ക്കും ഗ്യാരണ്ടിയില്ല. അവരുടെയൊക്കെ മുത്തശ്ശിയായിരുന്ന ഇന്ദിരയ്ക്കാണ് ഗ്യാരണ്ടി. എന്ത് ഗ്യാരണ്ടിയാണ്? ഒരു ഗ്യാരണ്ടി എടുത്തു നോക്കൂ. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നുണ്ട്. ഇപ്പോൾ KSRTC ചെറിയ രീതിയിലൊരു ലാഭത്തിലേക്ക് വരുന്ന സമയമാണ്. ഇനി കേരളത്തിൽ ജനസംഖ്യാനുപാതകമായി ചിന്തിക്കുകയാണെങ്കിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പുരുഷന്മാരെക്കാൾ. അങ്ങനെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പുരുഷന്മാരെക്കാളുള്ള ഒരു സംസ്ഥാനത്ത് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച് നോക്കൂ. ആ KSRTCയെ കൂടെ നശിപ്പിക്കും, അതിനും കൂട്ടിടേണ്ടി വരും. ആ ഒരു നഷ്ടത്തിലേക്ക് അതിനെ കൊണ്ട് എത്തിക്കും എന്നല്ലാതെ. മാത്രമല്ല, പ്രൈവറ്റ് ബസ് സർവീസ് പോലും നിർത്തിവെക്കേണ്ട അവസ്ഥയിലേക്ക് അതുകൊണ്ട് ചെന്നെത്തിക്കും എന്ന് ദീർഘവീക്ഷണപരമായി ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത്രപോലും ദീർഘവീക്ഷണമില്ലാത്ത ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള എന്തെങ്കിലും ഗ്യാരണ്ടി എന്ന് വിട്ട് അതിന് UDFന് തന്നെ ഒരു ഗ്യാരണ്ടി ഇല്ലെന്നേ. പിന്നെന്ത് ഗ്യാരണ്ടിയാണ് അവർ പറയേണ്ടത്? അതുകൊണ്ട് UDF പറയുന്ന ഗ്യാരണ്ടിയെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ശരിക്കും കേരളത്തിലെ ജനതയാണ് തോൽക്കുക. കാരണം കൈക്കുമ്പിളിലായിരിക്കും തവണ വിരിയുന്നത് എന്ന ഒരു വസ്തുത. UDFനെ വിശ്വസിച്ച് പോയാൽ തോൽക്കുന്നത് കേരളത്തിലെ ജനങ്ങളായിരിക്കും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളാണ് ജയിക്കേണ്ടത്. ജനങ്ങൾ ജയിക്കണമെങ്കിൽ LDFനെ വോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത്രയുമാണ് ഈ ഭാഗത്ത് പറയാനുള്ളത്.